വെൽക്കം ടു അവർ ചാനൽ ചുറിയമ്പുഴു. നമ്മൾ വീണ്ടും ഒരു കഥ പറയാൻ വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു സിനിമയുടെ കഥയാണ്. ഇപ്പോഴത്തെ തലമുറയിലെ ഭൂരിഭാഗം ആളുകളും കണ്ടിരിക്കാത്ത, എന്നാൽ പഴയ തലമുറയിലെ ഭൂരിഭാഗം ആളുകളും കണ്ട ഒരു സിനിമയെക്കുറിച്ച്. ആ സിനിമയുടെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് ഏത് സിനിമയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തുടങ്ങിയാലോ. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു യാഗഭൂമിയിലാണ്. കുറച്ച് തിരുമേനിമാർ അവിടെ നിന്ന് പൂജ ചെയ്യുകയാണ്. അവർ നല്ലതായിട്ട് തീയൊക്കെ നമ്മുടെ ഒരു വടിയിൽ പോരിട്ടിങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് തീയുണ്ടാക്കി പഴയ ഒരു രീതിയിലാണ് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നത്. ഈ പൂജയ്ക്ക് അവസാനം അവിടെ മഴ പെയ്യും. എഫക്റ്റാ, അല്ലാതെ ശരിക്കുള്ളതല്ല. അല്ല, ശരിക്കും പുറത്ത് മഴ പെയ്യുന്നു. ഓക്കെ, അപ്പോൾ നല്ല തിമിർത്ത് മഴ പെയ്യുകയാണ്. അത് ആ കർമ്മത്തിന് മെയിനായിട്ട് നിൽക്കുന്ന തിരുമേനിയാണ് നമ്മുടെ കഥയിലെ ഹീറോ. അപ്പോൾ ഇയാൾക്ക് ആ നാട്ടിൽ ഭയങ്കര വിലയാണ്. ആ നാട്ടുകാരെല്ലാം എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഈ തിരുമേനിയുടെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. കാരണം ആ തിരുമേനിയുടെ വാക്കിന് മറുവാക്കില്ലായിരുന്നു. വളരെ സാധാരണക്കാരനായ ഒരാളാണ് ഈ തിരുമേനി. അയാൾക്ക് വലിയ വലിയ ശാഠ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരാളല്ല. എന്നാൽ തന്റെ പൂജകളെക്കുറിച്ചും തന്റെ വിശ്വാസങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യുന്നവരെ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നില്ല. കാരണം അയാൾ തികഞ്ഞൊരു ദൈവഭക്തനായിരുന്നു. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മഴ പെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അതുപോലെ തന്നെ അയാൾ നല്ലൊരു ജ്യോതിഷനും കൂടിയായിരുന്നു. അയാൾ പ്രവചിച്ച കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന തിരുമേനിയുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറെ കാര്യങ്ങളാണ് നമ്മുടെ കഥ പറഞ്ഞു പോകുന്നത്. നമ്മുടെ തിരുമേനിക്ക് 2 മക്കളാണ്. അതിൽ നമ്മൾ 2 ആൺമക്കളാണ്. അതിൽ നമുക്ക് ആദ്യം സംസാരിക്കാൻ പോകുന്നത് രണ്ടാമനെ കുറിച്ചാണ്. വളരെ സുന്ദരനായ, അതുപോലെ തന്നെ സൗമ്യനായ ഒരു അമ്പലത്തിൽ ശാന്തി ജോലി ചെയ്യുന്ന, അതായത് ആ നാട്ടിലെ അമ്പലത്തിൽ ശാന്തി ജോലി ചെയ്യുന്ന ആളാണ് ഈ തിരുമേനിയുടെ 2ാമത്തെ മകൻ. അയാളെ കണ്ടാൽ ആർക്കും ഒരു മോഹം തോന്നും. അയാൾ വളരെ മനോഹരമായി കവിതകൾ എഴുതും. ഈ കവിതകൾ പലവട്ടം പത്രത്തിലേക്ക് അയച്ചു കൊടുക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ നിർഭാഗ്യം എന്ന് വെച്ചിട്ട് അതെല്ലാം തിരിച്ചു വരണം. പക്ഷെ അയാളുടെ കവിതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും മോഹിച്ചു പോകുന്ന, ആർക്കും ഇഷ്ടപ്പെടുന്ന, അത്രത്തോളം സ്നേഹമുള്ള, അതുപോലെ തന്നെ പ്രണയമുള്ള, അത് അത്ര മനോഹരമായ കവിതകളാണ് ഇയാൾ എഴുതുന്നത്. അതിന്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇനി മൂത്ത മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാൾ നേരെ തിരിച്ചാണ്. വളരെ വിദ്യാഭ്യാസമുള്ള, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഏത്തിസ്റ്റാണ് ഇദ്ദേഹം. അതായത് വളരെ ദൈവഭക്തനായ ഒരു ബിലീവറായ ഒരു അച്ഛന്റെ മൂത്ത മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത്തിസ്റ്റാണ്. അതായത് അച്ഛന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു മകൻ. ആ ഏത്തിസ്റ്റിന് കൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ നാട്ടിലെ തന്നെ ഏത്തിസ്റ്റ് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തിരുമേനിയുടെ മകളാണ് ഈ ക്യാരക്ടർ. ഈ ക്യാരക്ടറെ നമ്മുടെ ഹീറോയുടെ മകൻ, അതായത് മൂത്ത മകൻ കല്യാണം കഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസങ്ങൾക്കെതിരെ ഇയാൾ നിൽക്കുന്നതിനാൽ തന്നെ തിരുമേനി ഇയാളെ വീടിൽ നിന്ന് പുറത്താക്കുവാണ്. അതേസമയം ആ നാട്ടിൽ തന്നെ എല്ലാവരും ഭയന്നിരുന്ന സർപ്പദോഷം ഉണ്ടാകുന്ന എന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് ഇവർ കുടിയേറുകയാണ്. പലരും പറഞ്ഞെങ്കിലും ഇയാളുടെ നിരീശ്വരവാദവും കാര്യങ്ങളും ഇയാളെ ആ വീട്ടിലേക്ക് കയറാതിരിക്കാൻ സമ്മതിക്കാത്ത ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം ഇയാൾ കയറും. അയാൾ നിരീശ്വരവാദിയാ, എന്ത് ദൈവം, എന്ത് സർപ്പം, എന്ത് ഇത്, അതാണ് അയാളുടെ മൂഡ്. അതുപോലെ തന്നെയായിരുന്നു അയാളുടെ വൈഫിനും. ഇയാളുടെ വിശ്വാസങ്ങളെ, അതായത് നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഒരു ബിലീവറിസമാണ്, ഒരു വിശ്വാസമാണ്. ഈ പറയുന്നവരെ നിരീശ്വരവാദത്തെ വിശ്വസിച്ചിരുന്ന ആളുടെ വിശ്വാസങ്ങളെ പിന്തുടരുന്ന ഒരാളാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പോൾ ഭാര്യയും ഇയാളോടൊപ്പം ഈ വീട്ടിലേക്ക് വന്ന് താമസം തുടങ്ങിയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് ഈ നമ്മുടെ അനിയന്റെ ക്യാരക്ടർക്ക് ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാകുന്നത്. അദ്ദേഹത്തിന് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വിധി അയാളെ തടഞ്ഞിരുന്നു. കാരണം അയാളുടെ ജാതകത്തിൽ അയാൾക്ക് 32 വയസ്സ് വരെയായിരുന്നു ജീവിക്കാനുള്ള യോഗം. ആ ഏജ് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്നാലും എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഞാൻ പറയാം, എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, 32 വയസ്സാന്ന് തോന്നുന്നു. 32 വയസ്സ് വരെയായിരുന്നു ഇയാൾക്ക് ജീവിക്കാനുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞ്. അതിനുശേഷം അയാൾ ജീവിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇയാൾക്ക് ഈ പറയുന്നത് ഓരോ കല്യാണം കഴിച്ചുള്ള ജീവിതത്തിന് ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ കഥാനായകനായ തിരുമേനി രണ്ടാമത്തെ മകനിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രണയം ശക്തമായ സമയത്ത് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹമായി ഇയാൾ അച്ഛനെ സമീപിക്കുമ്പോൾ അച്ഛൻ അതിനെ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ഇയാൾ ഈ പറയുന്ന പോലെ ഇയാളുടെ ജാതകം നോക്കുന്നതും ജാതകത്തിൽ
ഇങ്ങനൊരു കല്യാണ യോഗമില്ലെന്ന് അറിയുന്നതും ഇയാൾ 32-ാം വയസ്സിൽ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു. വളരെ ഭയപ്പെട്ട് അയാൾ ആ പെൺകുട്ടിയോട് മാപ്പ് ചോദിക്കുകയാണ്. താൻ പ്രണയിച്ചതിന് സ്നേഹിച്ചതിന് മാപ്പ് ചോദിക്കുകയാണ്. ആ സമയത്ത് അയാളുടെ വികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അയാളെ കണ്ട കാര്യം അതായിരുന്നു അയാളുടെ അവസ്ഥ. കാരണം തൻ്റെ ജീവനായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അയാൾക്ക് വിട്ടുകൊടുക്കണമെന്നില്ല. പക്ഷെ അയാൾ അവളുടെ ജീവിതത്തിലേക്ക് വന്നാൽ അയാൾ പെട്ടെന്ന് ഇല്ലാതാവും. പിന്നീട് അവളുടെ ജീവിതം എങ്ങനെയായിരിക്കും, കണ്ണീര് കൊണ്ടുവരുന്നതായിരിക്കും, അത് അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആ പെൺകുട്ടിയോട് യാത്ര പറയുകയാണ്. പെൺകുട്ടി ഒരുപാട് സങ്കടത്തോടെ അയാളെ കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നതെന്ന് ചോദ്യം ചെയ്യുകയാണ്. പക്ഷെ ഇയാളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അടുത്ത ദിവസം ഇയാൾ ആത്മഹത്യ ചെയ്യുകയാണ്. ഇതറിഞ്ഞ തിരുമേനിയുടെ മൂത്ത മകൻ തിരുമേനിയുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. കാരണം ഈ അന്ധവിശ്വാസങ്ങളാണ് ഇയാളെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചത്. ഇയാൾ 32-ാം വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞു, ഇയാൾ 32-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ഇതിനെല്ലാം കാരണം എന്താ? അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസങ്ങളെ ഇയാൾ ചോദ്യം ചെയ്യുകയാണ്, മൂത്ത മകൻ ചോദ്യം ചെയ്യുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മൂത്ത മകന്റെ ഭാര്യയ്ക്ക് 2 പ്രാവശ്യം മൂത്ത മകനിൽ നിന്ന് ഗർഭിണിയാവുകയാണ്. ഈ 2 വട്ടവും ഈ കുട്ടി അബോട്ടായി പോവാണ്. അപ്പൊ ഇതിന് കാരണം ആ വീട്ടിലെ സർപ്പദോഷമാണെന്നറിയാണ്. അങ്ങനെ ഭർത്താവിനേക്കാളും വലിയ നിരീശ്വരവാദിയായിരുന്ന ആ സ്ത്രീ പയ്യെ വിശ്വാസങ്ങളിലേക്ക് വരികയാണ്. ആ അവിടുത്തെ സർപ്പക്കാവിനെ തിരികൊടുത്തുകയാണ്. അങ്ങനെ ഈ സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാണ്. കാരണം ഇനി ആ വീട്ടിൽ ഇരുന്നിട്ട് ഇനി തന്റെ കുട്ടിയെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇവര് വീട്ടിലേക്ക് ഇയാളുടെ അതായത് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാണ്. അതായത് മൂത്ത മകന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയം നമ്മുടെ നായകനായ തിരുമേനി തന്റെ മകന്റെ ഭാര്യയെ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അയാൾക്ക് പറക്കാൻ പോകുന്ന ഉണ്ണിക്കായിട്ടുള്ള ശുശ്രൂഷകളും മറ്റും ചെയ്യാനായി തന്റെ ഭാര്യയെ നമ്മുടെ നായകനായ തിരുമേനി ഏൽപ്പിക്കുകയാണ്. പക്ഷെ അപ്പോഴും തന്റെ വാശിയെ നിരീശ്വരവാദത്തെ കൈവിടാതെ തന്നെ തിരുമേനിയുടെ എല്ലാ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൂത്ത മകൻ. അപ്പോഴും തിരുമേനി പറയുന്നുണ്ട്, നിന്റെ വിശ്വാസങ്ങളെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷെ എന്റെ വിശ്വാസങ്ങളെ നീ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ്? അപ്പോ കുട്ടിക്കുണ്ടാകുന്ന പേരിടൽ കർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന പക്ഷം പറയുകയാണ്, എന്റെ മോന് ഇതുപോലത്തെ പേരിടേണ്ട കാര്യമൊന്നും ഇതില്ല, എന്റെ മകൻ എന്നെ പോലെ വളരണം എന്ന് പറയുകയാണ്. ഈ സമയത്ത് തിരുമേനി പറയാണ്, ഞാൻ അങ്ങനെ ശാഠ്യം പിടിച്ചിട്ടില്ലല്ലോ, എന്റെ മകൻ എന്നെ പോലെ വളരണമെന്ന് ഞാൻ ശാഠ്യം പിടിച്ചിട്ടില്ലയോ എന്ന് ചിരിച്ചു ചോദിക്കുകയാണ്. അവിടെ നമ്മുടെ മൂത്ത മകന്റെ വോയിസ് ഇല്ലാതെയാണ്. അങ്ങനെ ഇരിക്കെ വളരെ സങ്കടകരമായ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നായകനായ തിരുമേനിയുടെ അടുത്ത് ഒരു സംഘം എത്തുന്നത്. ആ സംഘം അവരോട് പറയുകയാണ്, നാട്ടിൽ മഴയില്ല, എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു പൂജ നടത്തി മഴ പെയ്യിക്കണം. അയാളുടെ അവസാനത്തെ പൂജയ്ക്കായി ഒരുങ്ങുകയാണ്. ഈ വിവരം അറിഞ്ഞ നമ്മുടെ തിരുമേനിയുടെ മൂത്ത മകൻ എങ്ങനെയെങ്കിലും ഇതൊരു സമരം നടത്തി ഈ പരിപാടി പൊളിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ വലിയ തിരുമേനിമാരും അതോടൊപ്പം നമ്മുടെ മുഖ്യ കർമ്മികനായി നമ്മുടെ കഥാനായകനായ തിരുമേനിയും ഇരുന്ന് പൂജ തുടങ്ങുകയാണ്. ഈ പൂജ ഭയങ്കര അത്രത്തോളം അയാളുടെ വിശ്വാസങ്ങളെ അർപ്പിച്ചുകൊണ്ടായിരുന്നു അയാൾ ആ പൂജ ചെയ്തത്. ഇതേ സമയം തന്നെ നമ്മുടെ മകൻ, അതായത് നമ്മുടെ തിരുമേനിയുടെ മൂത്ത മകൻ, തന്റെ കൂടെയുള്ള നിരീശ്വരവാദി സംഘങ്ങളുമായിട്ട് അവിടെ എത്തുകയാണ്. ഒരു സമരം ചെയ്തുകൊണ്ട് മുദ്രാവാക്യം, ഇങ്ങനെയൊക്കെ പാടുണ്ടോ, ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ മുദ്രാവാക്യമല്ല, അവര് കറക്റ്റായിട്ട് നിരീശ്വരവാദം ജയിക്കട്ടെ, അന്ധവിശ്വാസം തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എത്തിസം വിൻസ് എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു അവരുടെ ഒരു മുദ്രാവാക്യത്തിൽ മെയിനായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം. പക്ഷേ അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് ശക്തി എത്ര പോരായിരുന്നു, അതോ നമ്മുടെ തിരുമേനി ജപിച്ച മന്ത്രങ്ങൾക്ക് ശക്തി കൂടിയതോ? അവിടെ മഴ പെയ്യുകയാണ്. അതുവരെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ ഈ എത്തിസത്തിന്റെ മുദ്രാവാക്യം പിടിച്ചുകൊണ്ടിരുന്ന നല്ല മൂത്ത മകനെയും അവരുടെ ആ സംഘത്തെയും കല്ലെറിഞ്ഞു ഓടിക്കുകയാണ്. അങ്ങനെ ഇയാള് തൻ്റെ അച്ഛൻ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിലും എന്തൊക്കെയോ ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തിരുമേനി തൻ്റെ വീട്ടിലേക്ക് ഈ പൂജ കഴിഞ്ഞ് ഈ മഴ നനഞ്ഞ് വീട്ടിലെത്തിയ തിരുമേനി തങ്ങളുടെ ദുഃഖഭാരം താങ്ങാനാവാതെ അയാൾ ആത്മഭൂതി ചെയ്യുകയാണ്. അതായത് സ്വയം തീ കൊളുത്തി മരിക്കുകയാണ്. ഇതിനുശേഷം ഈ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് തൻ്റെ അതായത് തിരുമേനിയുടെ മൂത്ത മകന് മനസ്സാന്തരം ഉണ്ടാവുകയാണ്. അയാളും തൻ്റെ അച്ഛൻ്റെ ജീവിതപാതയിലേക്ക് തിരിയുകയാണ്. അയാളും പിന്നീട് അവിടെ നടന്ന ഒരു ശൈത്യകാലത്ത് തിരുമേനിയെപ്പോലെ അയാളും പൂജ ചെയ്യുകയാണ്, മഴ പെയ്യുകയാണ്. എവിടെയാണ് ഈ കഥ അവസാനിക്കുന്നത്? ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ കുറച്ച് തമാശയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരുന്നു. പക്ഷേ ഇത്
ഒരിക്കലും ഞാൻ അതിനെ ഈ സിനിമയെ ഒരു കോമഡി പീസാക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതല്ല. പക്ഷെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലാസിക് പടമാണ്. ഇപ്പോഴും പറയാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് പടങ്ങളിലൊന്നാണ്. എവർ ടൈം ക്ലാസിക്കാണ്. അതിൽ പറയുന്ന ഒരു പൊളിറ്റിക്സ് ഭീകരമാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിസം എന്ന് പറയുന്ന സാധനം ഫുള്ളി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ബിലീവറിസം നമ്മൾ ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടും ഈക്വലാണ്. രണ്ടിലും നമ്മൾ എപ്പോഴും ഒരു നിഷ്പക്ഷനായിരിക്കണം എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കഥയാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത കഥയുമായി ഞാൻ വരാം. സോ ബൈ.